ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ എന്തായിട്ടാ വന്നിട്ടുള്ളത്? ചക്കക്കുരു കറിയായിട്ട്. ഇപ്പച്ചിന്റെ ലഞ്ച് ബോക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ ഒരു പൊട്ട് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ചക്കക്കുരു ലേശം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതേ ചക്കക്കുരു നന്നായിട്ട് വൃത്തിയാക്കാൻ നമുക്ക് നടുവ് കീറിയിട്ട് നല്ല കീറാതെ പതുക്കെ കീറിയതിന് ശേഷം പിന്നെ പൊളിച്ചു കഴിഞ്ഞ് വേഗം തൊലി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പൊ അതേ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി നമുക്കെടുത്ത് റെഡിയാക്കി വെക്കാം. നിങ്ങളെങ്ങനെ ചക്കക്കുരു വൃത്തിയാക്കണമെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇതേ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിടാം കേട്ടോ. കുക്കറിലിട്ടു. പിന്നെ അതേ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, നുള്ളല്ല കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ പുളിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചത്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4 വിസിൽ വരുന്ന വരെ വേവിക്കണം കേട്ടോ. ഇതേ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയിട്ട് ഇതേ ജീരകം, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത് ചെറിയുള്ളി ചെറുതാണ്, ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോഴേക്കും ഇതേ ചക്കക്കുരു വെന്തിട്ടുണ്ട്. 4-5 വിസിൽ വരെ അടിക്കാം കേട്ടോ. ഞാൻ 4 വിസിലാക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും ചക്കക്കുരു വെന്തിട്ടുണ്ടായിരുന്നു. ഇതേ തേങ്ങ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ കറിയോട് കൂടിയാണ് വെക്കുന്നത്. ഇതേപ്പത്തെ കറി തിളച്ച് വന്നു. നമുക്കൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയിട്ട് കറിയിൽ ഒഴിക്കാം. കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇതേ അപ്പോഴേക്കും വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അധികം വാങ്ങാറ് ഈ മീനാണ്. ഈ മീന് എനിക്ക് നല്ല ഇഷ്ടമുള്ള മീനാണ്. അപ്പൊ ഈ മീനാണ് എന്നും വീട്ടിൽ വാങ്ങാറ്. അപ്പൊ ആവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പൊട്ട് ചെറുനാരങ്ങ കേട്ടോ, ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇത് ഒരു ചീരച്ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു നുള്ളു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ മീനും റെഡിയാക്കി വെക്കാം. കൈ പൊള്ളാതെ നോക്കണേ. അപ്പൊ അത് മീനൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചോറാക്കി കൊടുത്തിട്ടുണ്ട്, മൂടി വെച്ചു. അത് മൂടി വെച്ചു. അപ്പൊ നമുക്ക് കറിയാക്കി വെച്ചിട്ടുണ്ട്, മീനാക്കി കൊടുക്കാം. അപ്പൊ ഉപ്പാന്റെ ലഞ്ച് ബോക്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ